കഠിനാധ്വാനം ചെയ്താൽ വളക്കൂറില്ലാത്ത മണ്ണിലും വിജയഗാഥ രചിക്കാം. ഇത് വെറുതെ പറയുകയല്ല, പ്രാവർത്തികമാക്കിയാണ് കോഴിക്കോട് കക്കോടിക്കടുത്ത ചെറുകുളം സ്വദേശി കെ പുരുഷോത്തമൻ. പുരുഷോത്തമനെയും കുടുംബത്തെയും കാഴ്ചയ്ക്കപ്പുറം ഇനി പരിചയപ്പെടുത്തുന്നു. കാണാം ഹരിതാഭമായ ആ ദൃശ്യ ഭംഗി. സ്പെയർ പാർട്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ ജോലിയിൽ നിന്നും കാര്യമായ വരുമാനം ലഭിക്കാതെ വന്നപ്പോഴാണ് ഒരു പരീക്ഷണമെന്ന നിലയിൽ പുരുഷോത്തമൻ കൃഷിപ്പണി ജീവിതമാർഗമായി തിരഞ്ഞെടുത്തത്. വേങ്ങേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ 5.5 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തായിരുന്നു ഭാഗ്യപരീക്ഷണം. വളക്കൂറില്ലാത്ത മണ്ണും കളച്ചെടികളുടെ അനിയന്ത്രിതമായ വളർച്ചയും വെള്ളം കെട്ടിനിൽക്കുന്ന ഭൂമിയും തുടക്കത്തിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത ഒരു പരിസ്ഥിതിയുള്ള മണ്ണാണ് അത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് നോക്കിയപ്പോൾ എല്ലാം നല്ലതിനും, പക്ഷേ വളക്കൂറില്ലാത്ത മണ്ണാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു വെല്ലുവിളി പോലെ കൃഷി തുടങ്ങി. ആദ്യ വർഷത്തെ കപ്പ കൃഷി നഷ്ടമായെങ്കിലും പുരുഷോത്തമൻ പതറിയില്ല. നിശ്ചയദാർഢ്യത്തോടെ കൃഷിപ്പണിയിൽ മുഴുകി. കപ്പയ്ക്ക് പുറമെ പയർ, വെണ്ട, ചീര, പടവലം, പാവയ്ക്ക, കക്കിരി, പീച്ചിങ്ങ, ചേമ്പ്, ചേന, ഇളവൻ, നേന്ത്രവാഴ, മൈസൂർ വാഴ, ആണിപ്പൂവൻ, പച്ചമുളക്, മഞ്ഞൾ തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്തു. പൂർണ്ണമായും ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി വിജയം കണ്ടു. കാര്യമായിട്ട് ഞങ്ങൾ ചാണകം, വെണ്ണീര്, ജൈവവളങ്ങൾ, ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റ് ആക്കും. ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറീൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കും. അത് ഈ പച്ചക്കറിക്കെല്ലാം വളമായിട്ട് ഉപയോഗിക്കും. നല്ല വിളവെടുപ്പാണ് കൃഷിയിടങ്ങളിൽ നിന്നും പുരുഷന് ലഭിച്ചത്. എല്ലാ ദിവസവും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷിയിടത്തിന് സമീപത്തുള്ള സ്റ്റോൾ വഴിയാണ് ഈ കർഷകൻ വിറ്റഴിക്കുന്നത്. വിളവുകളിൽ വെണ്ട, ചീര, ഇളവൻ, പാവയ്ക്ക, കപ്പ എന്നിവയ്ക്കാണ് ആവശ്യക്കാരേറെ. ഉൽപ്പന്നങ്ങൾക്ക് വില അല്പം കൂടുതലാണെങ്കിലും ഗുണമേന്മയുള്ളതിനാൽ വിപണിയിൽ അതിവേഗമാണ് വിറ്റുപോകുന്നത്. അതിനാൽ തന്നെ എല്ലാവർക്കും തന്റെ കാർഷിക വിളവുകൾ നൽകാൻ കഴിയുന്നില്ലല്ലോ എന്ന പരിഭവവും ഈ കർഷകനുണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ മാത്രമൊന്നും സംഗതികളില്ല. പിന്നെ വരുന്നവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. സാധനങ്ങൾ പിന്നെയും വരുന്നുണ്ട്. വില കുറച്ച് കൂടുതലാണ്. സാധാരണ കടകളിൽ വെക്കുന്നതിനെക്കാട്ടും കുറച്ച് വില കൂടുതലാണ്. എന്നാലും ആളുകൾ പെട്ടെന്ന് വിറ്റ് തീരുന്നുണ്ട്. കൃഷിവകുപ്പ് നൽകുന്ന പ്രോത്സാഹനമാണ് ഈ രംഗത്ത് പുരുഷനെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം. എല്ലാ ദിവസവും രാവിലെ 6 തന്നെ കൃഷിഭൂമിയിലെത്തുന്ന പുരുഷോത്തമൻ വിളകൾക്ക് പരിചരണവുമായി വൈകിട്ട് 6 മണിവരെ ഉണ്ടാകും. കാർഷിക വൃത്തികളിൽ ഇദ്ദേഹത്തെ സഹായിക്കാനായി 2 ജോലിക്കാരുമുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 10 ലക്ഷം രൂപയുടെ കാർഷിക വിളവുകളാണ് ഇദ്ദേഹം വിറ്റഴിച്ചത്. വത്തക്കയും വാഴ ഇനങ്ങളിൽ സ്പെഷ്യലായ തേനാലിയുമാണ് പുരുഷന്റെ കൃഷിയിടത്തിലെ സ്പെഷ്യൽ ഇനങ്ങൾ. വിഷുവിന് തൊട്ടു മുൻപ് വിളവെടുക്കുന്ന വത്തക്കയ്ക്കു വേണ്ടി ധാരാളം പേർ ഇതിനകം ബുക്ക് ചെയ്തു കഴിഞ്ഞു. വത്തക്കെല്ലാം ഇപ്പം വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ തീർന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നു അറിഞ്ഞാൽ. ഞാൻ ഇപ്പം വിളിച്ചുകൊണ്ട് ഞാൻ ഇല്ല ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പറെല്ലാം തന്നു പോകും. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ 1 ലക്ഷം രൂപയുടെ വിളവുകൾ പുരുഷോത്തമൻ വിറ്റഴിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് ഭാര്യയും മക്കളും നൽകുന്ന പിന്തുണ പുരുഷോത്തമന് ഒട്ടൊന്നുമല്ല ആത്മവിശ്വാസം പകർന്നിട്ടുള്ളത്. കൃഷിഭൂമിക്കുള്ള ലേലത്തുകയുടെ വർധന ഈ കർഷകനെ തെല്ല് ആശങ്കയിലാക്കുന്നുണ്ട്. ലേലം കിട്ടുകയാണെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിലും കൃഷിയുമായി മുന്നോട്ടു പോകാനാണ് ഈ കൃഷിസ്നേഹിയുടെ തീരുമാനം. കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകാൻ പുരുഷോത്തമനെ പോലെയുള്ള അധ്വാനശീലരും ഉത്സാഹികളുമായ കർഷകരെ നമുക്ക് ആവശ്യമാണ്. ആത്മവിശ്വാസത്തോടെ ഈ രംഗത്ത് മുന്നേറാൻ പുരുഷോത്തമനും കുടുംബത്തിനും കഴിയട്ടെ എന്ന് കാഴ്ചയ്ക്കപ്പുറം ആശംസിക്കുന്നു. ഈ ലക്കം കാഴ്ചയ്ക്കപ്പുറം ഇവിടെ അവസാനിക്കുന്നു. കാഴ്ചയ്ക്കപ്പുറത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വാർത്തകളും വിശേഷങ്ങളും അറിയുകയാണെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കാം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം,
ജയൻ TV, ഫോർട്ട് PO, തിരുവനന്തപുരം 695023. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.